എനിക്ക് ഏറ്റവും അധികം അക്സെപ്റ്റൻസ് കിട്ടിയ ഇയറായിരുന്നു 24. അതുപോലെ എനിക്ക് ഏറ്റവും അധികം മോശമായി ചീത്ത കേട്ട വർഷവും 2024 തന്നെയാണ്. പിന്നെ 2024 എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ചീറ്റിങ് വളരെ നന്നായിട്ട് അനുഭവിച്ചൊരു ഇയറായിരുന്നു ശരിക്കും 2024 എന്ന് പറയുന്നത്. എന്നെ കെയർ ചെയ്ത, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത മൈ ലോർഡ് ആൻഡ് മൈ ഗുരു ആൻഡ് മൈ ചിൽഡ്രൻ, മൈ മോം ആൻഡ് മൈ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, ഇവർക്കൊക്കെയും എത്ര താങ്ക്സ് പറഞ്ഞാലും കാര്യം മതി വരത്തില്ല. ഷീസ് എ മോട്ടിവേഷണൽ ട്രെയിനർ. മോട്ടിവേഷണൽ ട്രെയിനേഴ്സിനും ഒക്കെ വികാരവും വിചാരമൊക്കെ ഉണ്ടപ്പാ. കാര്യം ട്രെയിനേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും മുരുക്ക് കൊണ്ടുണ്ടാക്കിയ ഒരു സാധനമൊന്നുമല്ല. കാര്യം ഒരുപാട് കാലത്തെ ഹൃദയത്തിൻ്റെ അകത്തുള്ള ആഗ്രഹങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് ഒരു കാര്യം നമ്മൾ പണിത് നമ്മൾ കയ്യിൽ കൊണ്ടുവരുമ്പോൾ അത് ഒറ്റ നിമിഷം കൊണ്ട് കുറച്ച് ആൾക്കാർ കൂടെ ചേർന്നിട്ട് അതിനെ ഭും എന്നുള്ള രീതിയിൽ അതിനെ പൊട്ടിച്ചു കളയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പെയിൻ വളരെ അധികമായിട്ട് ഞാൻ അനുഭവിച്ചു. ഹായ്, ദിസ് ഇസ് മീ കലാകമൽ മഹൽ. വെൽക്കം ടു ദ ലാസ്റ്റ് ഡേ ഓഫ് 2024. 2024 എനിക്ക് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ലൈഫ് നോർമൽ എല്ലാവരും പറയുന്നത് പോലെ തന്നെ എല്ലാം മിക്സിങ് ആണ്. ഹാപ്പിനെസ്സും അതുപോലെ തന്നെ സാഡ്നെസ്സും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയായിരുന്നു 2024 എനിക്ക്. പക്ഷേ ഞാൻ പറയുന്നു 2024 എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു മൈൽ സ്റ്റോൺ ക്രിയേറ്റ് ചെയ്തെന്നൊരു ഇയറായിരുന്നു. ഒരുപാട് പെയിൻ നിറഞ്ഞ സിറ്റുവേഷൻസിൻ്റെ അകത്തുകൂടെ പോയി. അതുപോലെ തന്നെ ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാക്കി തരുന്ന നിമിഷങ്ങൾക്കകത്തൂടെ പോയി. ഒരുപാട് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഒരുപാട് പാളിപ്പോയി. ചെയ്തു വന്ന ഒരുപാട് കാര്യങ്ങൾ കയ്യിൽ നിന്നിട്ട് നഷ്ടമായ ഒരു വർഷം കൂടിയാണ് 2024. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആ ഒരു നഷ്ടങ്ങൾക്കകത്ത് നിന്നിട്ട് ഒന്ന് ഓവർകം ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷങ്ങളെ പോലെയല്ല ഈ വർഷം എന്നെ വളരെ ഡിഫറൻ്റായിട്ട് ഒരു ഇൻവിസിബിൾ എനർജി എന്നെ ഹെൽപ്പ് ചെയ്തു എന്നതാണ് ശരിക്കുള്ള സത്യം. കാര്യം നമ്മുടെ ലൈഫിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ വരണമെന്നായിരിക്കും നമ്മൾ എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ച കാര്യങ്ങളും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളും ഒക്കെയും അൺഎക്സ്പെക്റ്റഡായിട്ട് വന്നു ചേർന്ന ഒരു ഇയറായിരുന്നു 2024. ഏറ്റവും അധികം അക്സെപ്റ്റൻസ് കിട്ടിയ ഇയറായിരുന്നു 2024. അതുപോലെ എനിക്ക് ഏറ്റവും അധികം മോശമായി ചീത്ത കേട്ട വർഷവും 2024 തന്നെയാണ്. പക്ഷേ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ബിക്കോസ് നമ്മുടെ ലൈഫിനകത്ത് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് ലൈഫിനെ പകുതി വഴിയിൽ കൊണ്ടുപോയി അവസാനിപ്പിക്കുന്ന ഒരുപാട് വ്യക്തികളെ എനിക്കറിയാം. നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെ നമ്മൾ തുറന്നു നോക്കുമ്പോൾ സൂയിസൈഡിൻ്റെ എണ്ണമെന്ന് പറയുന്നത് വളരെയധികം കൂടുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുപോകാണ്ട് എന്നെ കെയർ ചെയ്ത് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത മൈ ലോർഡ് ആൻഡ് മൈ ഗുരു ആൻഡ് മൈ ചിൽഡ്രൻ, മൈ മോം ആൻഡ് മൈ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, ഇവർക്കൊക്കെയും എത്ര താങ്ക്സ് പറഞ്ഞാലും കാര്യം മതി വരത്തില്ല. കാര്യം ഒരുപാട് കാലത്തെ ഹൃദയത്തിൻ്റെ അകത്തുള്ള ആഗ്രഹങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് ഒരു കാര്യം നമ്മൾ പണിത് നമ്മൾ കയ്യിൽ കൊണ്ടുവരുമ്പോൾ അത് ഒറ്റ നിമിഷം കൊണ്ട് കുറച്ച് ആൾക്കാർ കൂടെ ചേർന്നിട്ട് അതിനെ ഭും എന്നുള്ള രീതിയിൽ അതിനെ പൊട്ടിച്ചു കളയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പെയിൻ വളരെ അധികമായിട്ട് ഞാൻ അനുഭവിച്ചിരുന്നു. അത് ഫേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൽ നിന്നിട്ട് എങ്ങനെ ഓവർകം ചെയ്ത് വരും, എനിക്കതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, ഇതെല്ലാം ഇതോടുകൂടി തീർന്നു എന്നും തോന്നിപ്പോയ ഒരു ദിവസങ്ങൾ അടങ്ങിയ വർഷമായിരുന്നു 2024. പക്ഷേ എന്നെ 2024 പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. നമ്മുടെ കയ്യിൽ നിന്നിട്ട് എന്ത് വീണുടഞ്ഞു പോയിരുന്നാലും, നമ്മൾ ഒരുപാട് കാലം ആഗ്രഹിച്ചെടുത്ത കാര്യങ്ങളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാലം കഷ്ടപ്പെട്ടെടുത്ത കാര്യങ്ങളായിരിക്കാം, നമ്മുടെ കയ്യിൽ നിന്നിട്ട് തറയിൽ വീണ് ഉടഞ്ഞു പോയിരുന്നാലും ഡെഫിനറ്റ്ലി നമുക്കതിനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവിസിബിൾ എനർജി, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജി, നമുക്ക് വീണ് ഉടഞ്ഞു പോയതിനേക്കാൾ
ഇതിനേക്കാളും ബ്യൂട്ടി ആയിട്ട് നമുക്കൊരു സാധനത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വളരെ വ്യക്തമാക്കി എന്നെ പഠിപ്പിച്ചു തരികയും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും എന്നെ അതിന് കേപ്പബിൾ ആക്കിയെടുക്കുകയും ചെയ്തൊരു ഇയറാണ് 2024. സോ ആ 2024 എന്ന് പറയുന്ന ഒരു ഇയറിനോട് എനിക്ക് ഒരു വല്ലാണ്ടൊരു ഇഷ്ടമുണ്ട്. കാര്യം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. 2024 പഠിപ്പിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാര്യം നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ സപ്പോർട്ടിനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് നമുക്ക് ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് പറ്റത്തില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും ഒരു പ്രസൻസ് ഇല്ലാണ്ട് പറ്റത്തില്ല. പക്ഷേ 2024 എന്നെ പഠിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ കൂടെ ഉണ്ടോ, എൻ്റെ മൈൻഡ് ആൻഡ് എൻ്റെ തോട്ട് പാറ്റേൺ, എൻ്റെ സ്ട്രെങ്ത് എൻ്റെ കൂടെ ഉണ്ടോ, അതോ ഇങ്ങനെ ഡ്രെയിൻ ഔട്ടായിട്ട് പോയോ, അതൊന്ന് തിങ്ക് ചെയ്യാൻ എന്നെ പഠിപ്പിച്ച ഒരു ഇയറായിരുന്നു 2024. കാര്യം പലപ്പോഴും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ലൈഫിൽ ഓരോ ടൈമിലും വന്ന് ഹിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വീണ് പോയിട്ടുണ്ട്, നന്നായിട്ട് മെൻ്റലി സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്. കുറേ ദിവസങ്ങളിൽ ശരിക്ക് ഉറങ്ങാൻ പറ്റാണ്ട് വന്നിട്ടുണ്ട്. ബട്ട് അവിടെയൊക്കെയും എന്നോട് സംസാരിക്കുന്ന ഒരു എനർജി, എന്നോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഗൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, അറിയത്തില്ല, സംടൈംസ് അത് എന്നെ വന്നിങ്ങനെ ഹഗ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ സംടൈംസ് എന്നോട് ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അത് വരുന്നത് എനിക്കതറിയാൻ പറ്റും. അപ്പം നിങ്ങൾ വിചാരിക്കുമായിരിക്കും ബേസിക്കലി ഷീസ് എ മോട്ടിവേഷണൽ ട്രെയിനർ. മോട്ടിവേഷണൽ ട്രെയിനേഴ്സിനുമൊക്കെ വികാരവും വിചാരമൊക്കെ ഉണ്ടപ്പാ. കാര്യം ട്രെയിനേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും മുറുക്ക് കൊണ്ടുണ്ടാക്കിയ ഒരു സാധനമൊന്നുമല്ല. ശരിക്ക് ഓരോ പ്രശ്നത്തിനെയും നമുക്ക് അതിജീവിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ള വ്യക്തികളെയും നമുക്ക് അതുപോലെ ഡാർക്ക്നെസ്സിൽ കിടക്കുന്നവരെ നമുക്ക് കരകയറ്റി കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഞാനിപ്പം എനിക്ക് ഈ കണ്ണുനീര് വരുന്നത് ശരിക്കും സങ്കടം കൊണ്ടിട്ടല്ല. എന്നെ ആ ഒരു എന്താ അതിന് പറയുന്നത്, ആ ശരിക്കും ഒരു ഡാർക്ക്നെസ്സിൽ നിന്നിട്ട് ശരിക്കും ഒരു ലൈറ്റിലേക്ക് എന്നെ നയിച്ച ആ ഒരു പവറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ അകത്ത് നിന്ന് വന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, എൻ്റെ അകത്ത് നിന്ന് വന്ന ഒരു എനർജി ഉണ്ട്. അത് ഫീൽ ചെയ്യാൻ പറ്റിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞത്. സോ നമ്മുടെ ലൈഫിൽ എന്തൊരു പ്രശ്നം വന്നിരുന്നാലും, ആരെന്ത് പറഞ്ഞിരുന്നാലും, നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നാലും ഒന്നിൻ്റെ അവസാനമല്ല എന്ന് എന്നെ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്ന ഒരു ഇയറായിരുന്നു 2024 എന്ന് പറയുന്നത്. 2024 ഞാൻ പല സമയത്തും ഞാൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്ന ഒരു കണ്ടീഷൻ എനിക്കുണ്ടായിരുന്നു. കാര്യം എൻ്റെ ചുറ്റും ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എൻ്റെ ചുറ്റും ആൾക്കാരുണ്ട്, വളരെ പ്രിയപ്പെട്ടവരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനായിരുന്ന അതേ കണ്ടീഷനിൽ എന്നെ മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കാൻ ഒരു മനുഷ്യരും ഇല്ലായിരുന്നു. ആ ഒരു കണ്ടീഷൻ്റെ അകത്തുകൂടെ ഞാൻ കടന്നുപോയ ഒരു വ്യക്തിയാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ ഞാൻ 2024 കാര്യം നമുക്ക് വളരെ വലിയൊരു ലക്ഷ്യമുണ്ടെന്നിരിക്കട്ടെ, പക്ഷെ ആ ലക്ഷ്യത്തിൻ്റെ നടുക്കാണ് നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, ചിലപ്പം ഈ അവസ്ഥ ചെറുതായിരിക്കാം, പക്ഷെ നമ്മുടെ ലക്ഷ്യബോധം അത്രയും വളരെ ഹെവി ആയിട്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചെറിയ ഒറ്റപ്പെടൽ പോലും നമുക്ക് വളരെ വലുതായിട്ട് തോന്നും. പക്ഷേ ആ ഒറ്റപ്പെടൽ പോലും ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് സംതിങ് സ്പെഷ്യലായിട്ട് എന്നെ വളരെ കറേജിയസ് ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി, ഞാനായിരിക്കുന്ന ഒരു സ്ട്രെങ്തൻ ലെവലിൽ നിന്നിട്ട് ഒരു 10 ഗ്രേഡ് കൂടെ അപ്പുറം നീ സ്ട്രോങ് ആവണം എന്ന് എൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് യൂണിവേഴ്സലിൻ്റെ ഒരു തീരുമാനം, ഒരു സ്വയ തീരുമാനം എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ എന്നെ അങ്ങ് ഒറ്റപ്പെടുത്തിയ ഒരു ഫീലായിരുന്നു ശരിക്ക്. പക്ഷേ ഞാൻ ആ ഒരു ഒറ്റപ്പെട്ട് നിന്ന് ആ ടൈമിൻ്റെ അകത്ത് നിന്നിട്ട് ഞാൻ ആർജിച്ചെടുത്ത എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓ അമേസിങ്. എനിക്കത് എങ്ങനെ പറഞ്ഞു തരണമെന്നും അറിയത്തില്ല. പിന്നെ 2024 എനിക്ക് ഏറ്റവും അധികം തോന്നിയ ഒരു കാര്യം, ഞാൻ ഓരോ പ്രശ്നം ഫേസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ പെയിൻഫുൾ സിറ്റുവേഷൻസ് ഞാൻ ഫേസ് ചെയ്യുമ്പോഴും എൻ്റെ അകത്ത് വന്ന ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്നെപ്പോലെ ഇതേ കാര്യത്തിൽ പെയിൻ എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ, എനിക്ക് അവരിലേക്ക് കണക്റ്റ് ആവണം, ഐ വാണ്ട് ടു ഹീൽ ദം എന്ന് പറയുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വലിയൊരു ആഗ്രഹം എൻ്റെ അകത്ത് കയറാൻ തുടങ്ങി. മേ ബി അങ്ങനെ ഒരു ആഗ്രഹത്തിന് വന്ന് കടന്ന് കയറണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ കൂടി ഫേസ് ചെയ്യണമായിരുന്നു എന്നും എനിക്ക് തോന്നുന്നു. സോ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഒറ്റപ്പെട്ടിരുന്ന ഒരു ടൈം എന്നെ സംബന്ധിച്ച് വലിയൊരു അസറ്റായി. ഇപ്പോൾ ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യാൻ, എനിക്ക് വേണ്ടി പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു, വ്യക്തികളുണ്ടായിരുന്നു, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ വ്യക്തികളുടെ വേർഡ്സിനേക്കാളും അപ്പുറം, വ്യക്തികൾ നമ്മുടെ അടുക്കൽ ചേർന്നിരിക്കുന്നതിനേക്കാളും അപ്പുറം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഞാനെന്ന് പറയുന്ന വ്യക്തി എൻ്റെ കൂടെ ഉണ്ടോ എന്നുള്ളതാണ്. എന്തൊരു കാര്യം നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്തൊരു കാര്യം നമ്മൾ തകർന്ന സ്ഥലത്ത് നിന്നിട്ട് വീണ്ടും തിരിച്ചെണീറ്റ് വരണമെന്നുണ്ടെങ്കിലും, ഏതൊരു കാര്യത്തിന് നമുക്ക് ഒരു മുന്നോട്ടുള്ള നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു മൂവ്മെൻറ്റ്സ് ഉണ്ടാവണമെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നതാണ് ഞാൻ 2024 തിരിച്ചറിഞ്ഞ ഏറ്റവും വലിയൊരു ലെസൺ. സ്മൂത്തായിട്ടുള്ള കാര്യമൊന്നും പറയാൻ പറ്റൂല എങ്കിലും, കാര്യം നമ്മുടെ ലൈഫിൻ്റെ മുന്നോട്ടുള്ള ഓരോ ഘട്ടങ്ങളിലും നമുക്ക് പല കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും, പല കാര്യങ്ങളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും, പല കാര്യങ്ങളും നമുക്ക് വേണ്ടാന്ന് വെക്കേണ്ടി വരും, പല കാര്യങ്ങളും നമുക്ക് എടുക്കേണ്ടി വരും. നമുക്ക് ചിലപ്പോൾ താല്പര്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ ചിലപ്പോൾ എടുക്കുന്നത്. സോ ഒരു സ്മൂത്ത് ജേർണി ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എപ്പോഴും ലൈഫ് ഇങ്ങനെ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നല്ല. പക്ഷേ നമുക്കതിനകത്ത്, അത് ഏത് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് സ്മൂത്തായിട്ടൊരു ഹാൻഡ്ലിങ് കപ്പാസിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ശരിക്കും 2024 എന്നെ പഠിപ്പിച്ചെടുത്ത ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ 2024 എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ചീറ്റിങ് വളരെ നന്നായിട്ട് അനുഭവിച്ചൊരു ഇയറായിരുന്നു ശരിക്കും 2024 എന്ന് പറയുന്നത്. കാരണം ഏറ്റവും അടുത്ത് നിന്ന വ്യക്തികൾ തന്നെ, ഏറ്റവും അടുത്ത് കൂടി ചേർന്ന് നിന്ന് വളരെയധികം ചിരിച്ചുകൊണ്ട് വളരെയധികം സ്മൈൽ ചെയ്ത് നിന്ന വ്യക്തികൾ തന്നെ, മോളെ പൊന്നെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നിന്ന വ്യക്തികൾ തന്നെ അപ്രതീക്ഷിതമായിട്ട് നെഞ്ചത്ത് ശൂലം കുത്തിയിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു കണ്ടീഷനും ഉണ്ടായിട്ടുണ്ട്. ബട്ട് അവിടെയും ഞാൻ മനസ്സിലാക്കിയത്, ഹേയ് കല, നീ നിൻ്റെ കൂടെ ഉണ്ടോ? ആര് നിൻ്റെ കൂടെ നിന്നിട്ട് ഇറങ്ങിപ്പോയിരുന്നാലും വിഷയമല്ല, നീ നിൻ്റെ കൂടെ ഉണ്ടോ എങ്കിൽ ഓക്കെ, നീ സ്റ്റേബിളായിരിക്കും എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഈ കൂട്ടാക്രമണം എന്നൊക്കെ പറയുന്ന രീതിയിൽ മെൻ്റലി ഒരു കൂട്ടാക്രമണത്തിന് വിധേയപ്പെട്ട വ്യക്തിയാണ് ഞാൻ. അതും 2024 കുറച്ച് കടുത്തുപോയി. ഞാൻ അതിനൊക്കെ മുൻപ് എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും വലിയ കൂട്ടാക്രമണം ഞാൻ നേരിട്ടിട്ടില്ലായിരുന്നു. പക്ഷേ കൂട്ടാക്രമണം എന്നെ മെൻ്റലി തളർത്തുന്ന രീതിയിൽ, എൻ്റെ കാര്യങ്ങളിൽ നിന്നിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു വെച്ച കാര്യങ്ങളിൽ നിന്നിട്ട് എന്നെ വളരെയധികം പിന്തിരിപ്പിക്കുന്ന രീതിയിൽ, മെൻ്റലി എന്നെ കൺജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്നെ ഏറ്റവും അധികമായിട്ട് എനിക്കെതിരെ കൂട്ടാക്രമണം നടത്തിയ ഇയർ 2024 ആയിരുന്നു. പക്ഷേ അതും കൂട്ടാക്രമണത്തിനെ എനിക്ക് എങ്ങനെ മെൻ്റലി എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് എന്നെ വളരെയധികം പഠിപ്പിച്ച ഇയറായിരുന്നു 2024 എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും അധികം എന്നെ സഹായിച്ചൊരു ഇയറായിരുന്നു 2024. എനിക്ക് ഒരുപാട് സ്കൂൾസിൽ എനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റി. ഒരുപാട് കുഞ്ഞുങ്ങൾക്കകത്തേക്ക് എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പകർന്നു നൽകാനായിട്ട് പറ്റി. ഒരുപാട് വ്യക്തികളുടെ ലൈഫിനകത്തേക്ക് ലൈറ്റ് ഓൺ ചെയ്യാനായിട്ട് എനിക്ക് പറ്റി. ഒരുപാട് വ്യക്തികളുടെ 2024 ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് എന്ന് ഞാൻ കരുതുന്നത്, 2024 ഇന്ന് കഴിയുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10, 200, 250 വ്യക്തികൾക്കകത്തുള്ള ഹെവിനെസ്സിനെ അല്ലെങ്കിൽ പെയിനെ ഇരുന്ന് കേൾക്കാനും ഒരു സൊല്യൂഷൻ കൊടുക്കാനും അവർക്കകത്തേക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ജേർണിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓപ്പണാക്കി കൊടുക്കാനും സാധിച്ചു എന്നതാണ് 2024 എനിക്കൊരു വളരെ വലിയൊരു അച്ചീവ്മെൻറ്റ് ആയി തോന്നിയ കാര്യം.
ചില വ്യക്തികളൊക്കെ എന്നെ നൈറ്റ് വിളിക്കും, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ ആയിരിക്കും എനിക്ക് കോൾ വരുന്നത്. ആ സമയത്തൊക്കെ ഞാനും വല്ലാണ്ട് നെഞ്ചിൽ നെരിപ്പോടുമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും എനിക്ക് ചില സമയത്ത് ചില കോൾസ് വരുന്നത്. ഈ കോൾസൊക്കെ വരുമ്പോൾ ശരിക്കും വിത്തിൻ സെക്കൻഡ്സ് എൻ്റെ തമ്പൊന്ന് പ്രസ് ചെയ്ത് ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ എൻ്റെ അകത്ത് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് ഞാൻ വളരെയധികം മനസ്സിലാക്കിയ ഒരു ഇയറായിരുന്നു 2024. ഇതിൽ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത്, ഒരു മനുഷ്യൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അവൻ ജനിച്ച്, അവൻ ബോധം വെച്ച്, അവൻ ജീവിച്ച് തുടങ്ങി, അവൻ ഈ ഭൂമിയിൽ നിന്നിട്ട് അവൻ മാറിപ്പോകുന്നത് വരെയും അവൻ എപ്പോഴും ഒരു പ്രശ്നമില്ലാത്ത ലോകത്തിലല്ല അവൻ ജീവിക്കേണ്ടി വരുന്നത്. അവനെപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും. അത് ഫിസിക്കലി ഉണ്ടാവാം, മെൻ്റലി ഉണ്ടാവാം, സോഷ്യലി ഉണ്ടാവാം. ഇങ്ങനെയൊക്കെ പല ഏരിയയിൽ നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷേ ആ പ്രോബ്ലംസിനൊക്കെയും ക്യാരി ചെയ്യാൻ വളരെ കാമായിട്ട് വിസ്ഡത്തോടുകൂടി ആ പ്രോബ്ലംസിനൊന്ന് ക്യാരി ചെയ്ത് അനലൈസ് ചെയ്തിട്ട് നമ്മളതിനെ ഫിൽട്ടർ ചെയ്ത് പറ്റാത്തതിനെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുന്നതിനെ നമ്മൾ തന്നെ ക്ലിയറാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം എന്നുള്ളതാണ് 2024 നിന്നിട്ട് ഞാൻ പഠിച്ച അടുത്ത ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ലെസൺ എന്ന് പറയുന്നത്. എൻ്റെ സ്പിരിച്വൽ ജേർണിയിൽ എനിക്ക് വളരെയധികം ഒരു ചേഞ്ച്, അതായത് ഒരു ഇന്നർ ചേഞ്ച് ഉണ്ടാക്കി തന്ന ഒരു ഇയറായിരുന്നു 2024 എന്ന് പറയുന്നത്. ഒരുപാട് സ്പിരിച്വൽ സീക്രട്സ് എനിക്ക് എൻ്റേതായിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഞാനും ആ ഒരു ക്രിയേറ്ററുമായിട്ടുള്ള ഒരു ബന്ധത്തിനകത്ത് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടന്ന ഇയറായിരുന്നു 2024 എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിളൂടെ പറയാം. നമ്മൾ ഇപ്പം ശരിക്കും ചില വ്യക്തികൾ അതിനെ എങ്ങനെ പറയുമെന്നറിയത്തില്ല. ചില വ്യക്തികൾ ദൈവമെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും, ചില വ്യക്തികൾ അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഭഗവാനെന്നും ഈശ്വരനെന്നും പരമാത്മാവ് എന്നൊക്കെയും പറയുമ്പോൾ എനിക്കതിനെ ഏറ്റവും അധികം മറ്റുള്ളവരിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത് ഇറ്റ്സ് എ സുപ്രീം എനർജി, ഇറ്റ്സ് എ യൂണിവേഴ്സൽ എനർജി. ആ എനർജി ഈസ് മൈ ഫാദർ. ഞാൻ അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പം ആ ഒരു ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പിനകത്തേക്ക് എനിക്ക് കുറച്ചുകൂടെ ആഴത്തിലിറങ്ങാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിച്ചു എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ. പക്ഷേ എനിക്ക് ആ ഒരു കണക്ഷൻ വർദ്ധിച്ചത് എവിടെ നിന്നിട്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ഫേസ് ചെയ്ത് വന്ന ഓരോ ഇഷ്യൂസിൻ്റെയും അകത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ കണക്ഷൻ ശരിക്ക് ആസ്വദിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ നമ്മുടെ കൂടെ ആരും നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല എന്ന് വരുമ്പോഴത്തേനും ഹേയ് ഐ ആം വിത്ത് യു. എൻ്റെ കയ്യിൽ എന്തെങ്കിലും ശൂന്യാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഹേയ് ഐ ആം വിത്ത് യു. ഇപ്പോൾ ഞാൻ ഈ കൺഫ്യൂഷനിലാണെന്നുണ്ടെങ്കിൽ ഹേയ് ഐ ആം വിത്ത് യു. ഞാനിപ്പോൾ എന്തെങ്കിലും ഭയങ്കര പെയിനകത്താണെന്നുണ്ടെങ്കിൽ ഐ ആം വിത്ത് യു. സോ ഈ ഐ ആം വിത്ത് യു എന്ന് പറയുന്ന ആ ഒരു കാര്യം എൻ്റെ അകത്ത് എനിക്ക് ഡെവലപ്പ് ചെയ്ത്, എനിക്ക് ഇൻക്രീസ് ചെയ്ത് അത് മറ്റുള്ളവരിലേക്കും സ്പ്രെഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് 2024 എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യം. ഓഫ് കോഴ്സ് 2024 ചില വ്യക്തികൾക്ക് മറക്കാൻ പറ്റാത്ത ചില വേദനകളും തന്നിട്ടുണ്ടാകും, ചില വേർപാടുകൾ തന്നിട്ടുണ്ടാകും, ചില മുറിവുകൾ നല്ല രീതിയിൽ തന്നിട്ടുണ്ടാകും. പക്ഷെ ഞാൻ പറയുന്നു, വരുന്ന വർഷം 2025 എന്ന് പറയുന്നത് ഈ വേർപാടുകളെയും ഈ മുറിവുകളെയും ഈ ഭാരങ്ങളെയും ഒക്കെയും നീക്കിക്കളയാൻ പറ്റുന്ന ഒരു ഡിവൈൻ ഒരു ഡിവൈൻ ബ്ലാങ്കറ്റിനകത്ത് നിങ്ങൾക്ക് കയറാൻ പറ്റട്ടെ. അങ്ങനെ ഒരു ഡിവൈൻ ബ്ലാങ്കറ്റുണ്ട്. നമ്മുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ പെയിനെ നമുക്ക് നിർവീര്യമാക്കാൻ പറ്റുന്ന, നമ്മുടെ ഇമ്പോസിബിലിറ്റീസിനെ നമുക്ക് പോസിബിലിറ്റീസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മേനെ നമുക്ക് റിമൂവ് ചെയ്ത് പക്ക കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കംപ്ലീറ്റ് നമ്മളെ ചാർജ് ചെയ്യുന്ന ഒരു ഡിവൈൻ ബ്ലാങ്കറ്റ് ഉണ്ട്. സോ ആ ഒരു ഡിവൈൻ ബ്ലാങ്കറ്റിൻ്റെ ശരിയായിട്ടുള്ള ഒരു എനർജിയും ആ ഒരു കെയറിങ്ങും ആ ഒരു ലവും ഡിവൈൻ ബ്ലാങ്കറ്റിൻ്റെ ചൂടുമൊക്കെ അനുഭവിച്ച ഒരു ഇയറായിരുന്നു ശരിക്ക് എനിക്ക് 2024. 2025 എനിക്ക് അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ആണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ തന്നെ ആയിരിക്കും, അങ്ങനെ തന്നെ ഞാൻ പ്രൊക്ലെയിം ചെയ്യുന്നു. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ.